നിവിൻ പോളി ഹേറ്റേഴ്സ് വളരെ കുറവുള്ള നടനും. എന്നാൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാലിബറിന്റെ 100-1 പോലും ഉപയോഗിക്കാൻ പറ്റാത്തൊരു നടനുമാണ്. കാരണം കഴിഞ്ഞ ഒരു 3-4 കൊല്ലത്തിനിടയിൽ അദ്ദേഹം ഗംഭീരമായി ചെയ്ത ഒരു സിനിമ, ആ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ്, റിപ്പീറ്റ് ചെയ്ത് ഞാൻ കണ്ടൊരു സിനിമയാണ് സർവമായ. ബാക്കി ഒരുപാട് സിനിമ സെലക്ട് ചെയ്തതിലും അദ്ദേഹത്തിന്റെ ആരോഗ്യകാര്യത്തിൽ ഒന്നും ശ്രദ്ധിക്കാതെ ചുമ്മാ ചവറ് പോലെ പടങ്ങൾ ചെയ്ത് അഭിനയ സാധ്യതയില്ല, ബോക്സ് ഓഫീസ് വിജയങ്ങളും ഇല്ല, ഏതെങ്കിലും ഒന്ന് എന്നാൽ ചവറ് പോലെ പടങ്ങൾ ചെയ്യുന്നുണ്ട് താരം. എന്നാൽ ഇപ്പൊ നിവിൻ പോളി ഒന്ന് ശ്രദ്ധിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഈ സർവമായ്ക്ക് ശേഷം ഇറങ്ങിയ ചിത്രങ്ങളും വിജയം കൈവരിച്ചിട്ടില്ല, എന്നിട്ടൊരു കണ്ടിന്യൂസ് പറ്റുന്നില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല കൂട്ടുകെട്ടിൽ വരുന്ന ഒരാളാണ് അൽഫോൺസ് പുത്രൻ. അൽഫോൺസ് പുത്രന്റെ ആദ്യത്തെ സിനിമകളിലൊന്നും ഇപ്പം നേരം ഗംഭീര സിനിമയായിരുന്നു. കൊച്ചു പടമാണെങ്കിൽ നല്ല സിനിമയായിരുന്നു. പ്രേമ എക്കാലത്തെയും മികച്ച വിജയമായി പോയേനെ. ഒരുപക്ഷെ 100 കോടി നേടുന്ന ആദ്യത്തെ ചിത്രമായി മാറിയേനെ അന്ന് ഇതിന്റെ ഒറിജിനൽ പ്രിന്റ് ലീക്ക് ഔട്ട് ആയില്ലായിരുന്നെങ്കിൽ. ഉറപ്പായിട്ടും അതുപോലെ ഗംഭീര കളക്ഷനായിരുന്നു. നല്ല ഗംഭീരമായ സിനിമ, ഗംഭീര പാട്ടുകൾ, നിവിൻ പോളി അറ്റ് ഇറ്റ്സ് പീക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന നിവിൻ പോളിയുടെ താടി ഹിറ്റ്, എല്ലാം സ്റ്റണ്ട്, മുണ്ടുകൊടുക്കുന്ന ഹിറ്റ്, എല്ലാം ഹിറ്റായിരുന്നു. അന്നേരം ഇവർ രണ്ടുപേരോട് ഒന്നിച്ചാൽ, അതായത് NPAP നിവിൻ പോളിയും അൽഫോൺസ് പുത്രനും ഒന്നിച്ചാൽ 50ാമത്തെ ചിത്രമാണ് നിവിൻ പോളിയുടെ. ഇത് സിനിമയുടെ പേര് തന്നെ വിജയം എന്നാണ്. വിജയത്തിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം അൽഫോൺസ് പുത്രൻ ഒരു മോശം ഡയറക്ടറല്ല. ഗോൾഡൻ എന്ന് പറഞ്ഞ സിനിമ, പൃഥ്വിരാജിനെ ചെയ്ത സിനിമ മോശമാണെങ്കിൽ പോലും അൽഫോൺസ് പുത്രൻ ഒരു മിനിമം ഗ്യാരണ്ടി നൽകുന്ന ഇച്ചിരി മൂളയുള്ള ഡയറക്ടറാണ്. എന്തൊക്കെ ആൾക്കാർക്ക് പൾസറിഞ്ഞ് വേണമെന്നൊക്കെ ചെയ്യുന്ന ഒരാളാണ്. നല്ല ഗംഭീര ഒരു എഡിറ്റർ കൂടിയാണ്. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ സിനിമ നമുക്ക് തിയേറ്ററിൽ വന്നതിന് ശേഷം ഫൈനൽ പറയാൻ പറ്റത്തുള്ളെങ്കിലും നിവിൻ പോളിയുടെ 50ാമത്തെ ചിത്രം അതിഗംഭീരമാകട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം.